ശ്രീ അബിൻ വർക്കി, ഇപ്പോൾ കാര്യങ്ങൾക്ക് വേഗം പോരാ എന്നാണ് പ്രതിപക്ഷം കാണുന്നത്. 48 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഈ അപകടത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും കഴിഞ്ഞ സർക്കാരിൻ്റെ അത്ര ചടുലത ഈ UDF സർക്കാരിൻ്റെ കാര്യത്തിൽ ഇല്ല, പ്രവർത്തനത്തിലില്ല എന്നൊരു വിമർശനമാണ് ഉയർത്തുന്നത്. ഇപ്പോൾ ആറന്മുളയിലെ സാഹചര്യം അങ്ങ് തന്നെ നേരത്തെ വിശേഷിപ്പിച്ചതാണ്. 2018 ഓർമ്മിപ്പിക്കുന്നുവെന്ന്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? എന്താണ് ഇപ്പോൾ ഈ ആറന്മുളയിലെ പ്രത്യേക സാഹചര്യം? ഒന്നാമത്തെ കാര്യം, ഈ ഒരു പ്രളയം ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ആറന്മുളയിൽ ഇപ്പോഴാണ് ഫ്ലഡഡ് സിറ്റുവേഷൻ. അപ്പോൾ റാന്നിയിൽ ഏകദേശം പ്രളയമുണ്ടായി, ആ വെള്ളമൊക്കെ ഒഴുകി താഴേക്ക് വരുന്നു, അത് ആറന്മുളയിൽ വരുന്നു. അപ്പോൾ ആറന്മുള കരകവിഞ്ഞൊഴുകി ആറന്മുളയുടെ പമ്പയാറ്റിൻ്റെ തീരപ്രദേശത്ത് മുഴുവൻ വെള്ളമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. അപ്പോൾ അതൊരു വലിയ ഫ്ലഡഡ് സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ റാന്നിയിനേക്കാൾ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, റാന്നിയിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഒഴുകാനുള്ള ഒരു ഭൂപ്രകൃതിയുണ്ട്. പക്ഷേ ആറന്മുളയിൽ അത് ഒരു 1.5 ദിവസമോ 2 ദിവസമോ കിടക്കാനുള്ള ഭൂപ്രകൃതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫ്ലഡഡ് സിറ്റുവേഷൻ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ശ്രീ രാജു എബ്രഹാം ഇവിടെ പറഞ്ഞു ഞാൻ എന്തോ പരാതിപ്പെട്ടു എന്ന്. ഞാൻ അങ്ങനെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, റാന്നിയിൽ രാവിലെ ഒരു ഫ്ലഡഡ് റെയിൻ ഉണ്ടാകുന്നു രാത്രിയിൽ. ആ ഫ്ലഡഡ് റെയിൻ ഉണ്ടാകുമ്പോൾ പൂർണ്ണമായ സംവിധാനങ്ങളെല്ലാം തന്നെ റാന്നിയിൽ ഡിപ്ലോയ് ചെയ്യേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ഡിപ്ലോയ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അഡീഷണൽ സംവിധാനങ്ങളാണ് അന്ന് ആറന്മുളയിലേക്ക് വന്നത്. കാരണം അത് നേരത്തെ തന്നെ, ഇപ്പോൾ ഞങ്ങൾ 1.5 മാസം മുമ്പ് തന്നെ കളക്ടറേറ്റിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട മഴക്കാലവുമായി ബന്ധപ്പെട്ട യോഗം കൂടിയപ്പോൾ അന്നിപ്പോൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം അന്ന് 38ഓളം സ്ഥലങ്ങൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാണ് റെസ്ക്യൂ ക്യാമ്പിന്. അതിൽ 25 സ്ഥലങ്ങളാണ് ഇപ്പോൾ റെസ്ക്യൂ ക്യാമ്പുകളായി തുടരുന്നത്. അന്ന് തന്നെ NDRFൻ്റെ കൊല്ലത്തെയും ആലപ്പുഴയിലെയും സംഘത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള നിർദ്ദേശവും ഒക്കെ കൊടുത്തതാണ്. ആ NDRFൻ്റെ സംഘങ്ങൾ കൃത്യമായി ഇവിടെ വരികയും ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ റാന്നിയിലെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, അപ്പോൾ അവിടെ വെള്ളം ഇറങ്ങി പിന്നെ പോസ്റ്റ് ഫ്ലഡഡ് സിറ്റുവേഷനാണ്, ക്ലീനിങ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആറന്മുളയിൽ ഒരു ഫ്ലഡഡ് സിറ്റുവേഷൻ തന്നെയാണുള്ളത്. അതുകൊണ്ട് റാന്നിയിലേക്ക് പോയിരിക്കുന്ന കുറച്ച് ഫയർഫോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആറന്മുളയിൽ വന്നാൽ ഇവിടെ നമുക്ക് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാക്കാം, അതിന് ഇടപെടണം, റവന്യൂ വകുപ്പ് ഇടപെടണം എന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ വാർത്ത വന്നപ്പോൾ തന്നെ അത് ചില ആളുകൾ അത് വളച്ചൊടിച്ച് ഞാനെന്തോ പരാതി പറഞ്ഞു എന്ന മട്ടിൽ ആ വാർത്ത കൊടുക്കുകയുണ്ടായി. ഞാൻ ഈ പ്രളയത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഈ വാർത്തകൾ അധികം ശ്രദ്ധിക്കാനും പറ്റിയില്ല. വൈകുന്നേരമാണ് ഞാൻ ഈ വാർത്തകൾ കാണുന്നത്. ഞാനെന്തോ വിമർശനം ഉന്നയിച്ചു എന്ന തരത്തിൽ നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു വന്നു. ഞാനങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുമില്ല. കാരണം റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും കാര്യക്ഷമമായ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിമർശനം ഞാൻ ഉന്നയിച്ചിട്ടില്ല എന്ന് ശ്രീ രാജു എബ്രഹാമിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ആറന്മുളയിലെ ഇപ്പോഴത്തെ അവസ്ഥ. ആറന്മുളയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഗുരുതരമാണ്. അതിൻ്റെ കാരണം ഈ വരുന്ന വെള്ളം മുഴുവൻ ആറന്മുളയിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് 1.5 ദിവസം 2 ദിവസം എടുക്കും നോർമൽ രീതിയിൽ ഈ വെള്ളം ഇറങ്ങിപ്പോകാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റാന്നിയിലെ ആ കിഴക്കൻ പ്രദേശത്തു നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ആറന്മുളയിൽ ഇപ്പോൾ ഇവിടുത്തെ പുഞ്ചകളിലും കണ്ടങ്ങളിലുമൊക്കെ വെള്ളം മറിഞ്ഞ് ആ വെള്ളമൊക്കെ ഒഴുകിപ്പോയി അത് തീരാൻ വേണ്ടി 1.5-2 ദിവസം എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലഡഡ് സിറ്റുവേഷനിലാണ് ആറന്മുളയുള്ളത്. മാക്സിമം ആളുകളെ റെസ്ക്യൂ ചെയ്യുക, അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുക, ആ ക്യാമ്പുകളിൽ പരമാവധി സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. ഈ ആളുകളെയൊക്കെ മാക്സിമം, ഇപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ 6:30 മണിക്ക് ആറന്മുള സത്രം പരിസരത്ത് ചെല്ലുമ്പോൾ രാവിലെ ഞാൻ വണ്ടിയിലാണ് അവിടെ പോയത്. ഞാൻ നടന്നിറങ്ങി അതിലൂടെ നടന്നതാണ്. പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോഴേക്കും അവിടെ 2 അടി പൊക്കത്തിൽ വെള്ളം വരികയും കനത്ത ഒഴുക്ക് വരികയും നമുക്ക് ബോട്ട് പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെസ്ക്യൂ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ആളുകളെ അവരോട് നിർബന്ധിച്ച് തന്നെ റെസ്ക്യൂ ക്യാമ്പിലേക്ക് പോകാൻ പറയുകയും NDRF സംഘങ്ങളെ അറിയിച്ച് അത് മുഴുവനാക്കുകയും ഇപ്പോൾ 2 വണ്ടി, അത് 2 ബോട്ട്, അത് നമ്മുടെ മത്സ്യബന്ധന യാനങ്ങൾ അത് സ്റ്റോർ ചെയ്ത് കോഴഞ്ചേരിയിൽ വെച്ച് ഏത് സാഹചര്യത്തെ നേരിടാൻ തയ്യാറായി നിൽക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ക്രമീകരണങ്ങളൊക്കെ തന്നെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ പ്രത്യേകിച്ച് ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടുമൊക്കെ അത് നടന്നതാണ്. പിന്നെ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രശ്നം, ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം ഇവിടെ പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഞാൻ ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം ഞാൻ പറയാം. അതായത് ഇന്നോ മേലുകര എന്ന പ്രദേശത്ത് കോഴഞ്ചേരി മേലുകരയിൽ ഒരു പ്രായമായ സ്ത്രീ രാവിലെ ഒരു ചാനലുകാർക്ക് ഒരു ബൈറ്റ് കൊടുത്തു. ആ ബൈറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇവിടെ ഒരു യാതൊരു സൗകര്യങ്ങളുമില്ല, ഇങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ മാറിയത് എന്തിനാ, ഇതിലും ഡീസൻ്റ് ആയിരുന്നു പിണറായി വിജയൻ. ഇതായിരുന്നു ബൈറ്റ്. ഞാൻ നോക്കിയപ്പോൾ രാവിലെ തൊട്ട് പല ആളുകളും എന്നോട് പറഞ്ഞു ഇങ്ങനെ പിണറായി വിജയനെ കുറിച്ച് നല്ലത് പലരും പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് കുഴപ്പമില്ല, പക്ഷെ അത് വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം നോക്കിയപ്പോൾ വ്യാപകമായി CPM അണികൾ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അതാ നോക്കൂ, പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഇതായിരുന്നു ഇന്നത്തെ ക്യാമ്പയിൻ.
ഞാനിത് പരിശോധിച്ച് കഴിഞ്ഞ് വൈകുന്നേരം മറ്റൊരു പോസ്റ്റ് കാണുകയാണ്. ഇതേ പറഞ്ഞ അതേ പ്രായമായ സ്ത്രീ പറയുകയാണ്, എൻ്റെ അടുത്ത് നിന്ന ഒരു മോൻ, ആ മോൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ ആ ആളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ ആള് ഒരു പ്രഖ്യാപിത എന്നുള്ളതല്ല, ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു CPIM-ൻ്റെ നേതാവാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി ഒരു പ്രായമായ സ്ത്രീയെ, പാവപ്പെട്ട പ്രായമായ സ്ത്രീയെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ സർക്കാർ മോശമാണെന്നും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒന്നും നടക്കുന്നില്ല എന്നും പറയപ്പെടുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ സാധിക്കും? ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് ശ്രീ രാജു അബ്രഹാം ഇരിക്കുന്ന ചർച്ച, നമ്മളൊക്കെ നന്നായി രാഷ്ട്രീയം പറയുന്നവരാണല്ലോ, നന്നായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരാണല്ലോ, ഇതിനൊക്കെ തക്കതായ വിമർശനം പറഞ്ഞിട്ടുള്ളവരുമാണ്, ഇനി പറയാൻ പറ്റുന്നവരുമാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു വിമർശനങ്ങളിലേക്ക് പോകുന്നില്ല. ദയവായി നമ്മളൊരു ദുരന്ത മുഖത്താണ് നിൽക്കുന്നത്. ഈ ദുരന്ത മുഖത്ത് ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രീയക്കാർ സ്വയം പിൻവാങ്ങണം. ആ ദുരന്തത്തെ നേരിടാൻ നമുക്ക് കെൽപ്പുണ്ട്, നമ്മളത് സർവൈവ് ചെയ്യും. ഞാൻ എല്ലാവരും അങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ CPM-കാരും അല്ലെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടിയിലെ ഓരോ അംഗങ്ങളും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ, ഞങ്ങളോട് ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന CPM-ൻ്റെ മെമ്പർമാരുണ്ടല്ലോ. ഞാനിന്ന് പല ക്യാമ്പുകളിലും, ആ ക്യാമ്പുകളിലൊക്കെ CPM മെമ്പർമാരുള്ളിടത്ത് ആ ക്യാമ്പിൻ്റെ ചുമതല CPM മെമ്പർമാർക്കാണ്. ഞാൻ ആ മെമ്പറുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ മെമ്പർ എന്നെ വിളിക്കാറുണ്ട്. ഇതൊക്കെ ഓരോ നമ്മുടെ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള നമ്മുടെ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ 2018 പ്രളയത്തെക്കുറിച്ച് ദയവായി നിങ്ങൾ ഓർമ്മിപ്പിക്കരുത്. 480 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു പ്രളയം, ആ പ്രളയത്തെക്കുറിച്ച് ദയവായി ഇവിടെ ഓർമ്മിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ആറന്മുളയെ പറ്റിയാണ്. ആറന്മുള ഇപ്പോൾ വലിയ ഫ്ലഡഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഈ ഫ്ലഡഡ് സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ആളുകളെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പൂർണ്ണമായ സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഫ്ലഡൊക്കെ ഒതുങ്ങി രാഷ്ട്രീയം പറയേണ്ട സമയത്ത് നമുക്ക് നല്ല രാഷ്ട്രീയം പറയാം. Debate with Smriti Parithikar.